ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ലൈഫ് ഒരുപാട് ഡയറക്ഷൻസിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജോലി, കുടുംബം, പണം, സ്വപ്നങ്ങൾ. എന്നാൽ ഇതോടൊപ്പം പലരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്: അള്ളാഹുവിനെ. നമ്മുടെ മുൻപിൽ രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് ദീന്, മറ്റൊന്ന് ദുനിയാവ്. നമ്മൾ ഏതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും മറ്റൊന്നിനെ കൈവിട്ടു പോകുമോ എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഭയം എല്ലാവർക്കുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നത് ലോകത്തിൽ നിന്നുള്ള നിന്റെ പങ്ക് മറക്കരുത് എന്നാണ്. അതായത് ദീൻ പാലിക്കുമ്പോൾ ലോകം ഉപേക്ഷിക്കേണ്ടതില്ല. പകരം ലോകം ദീനിന്റെ പ്രകാശത്തിൽ നയിക്കാനാണ് നമ്മെ പഠിപ്പിച്ചത്. ഈ ഒരു ലൈഫ് അത് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു യാത്രയാണ്. നമസ്കാരവും ജോലി സമയവും ദുആയും ഹാർഡ് വർക്കും ആത്മീയതയും റെസ്പോൺസിബിലിറ്റിയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഇവയെല്ലാം ചേർന്ന് ഒരു മനോഹരമായ ബാലൻസ്, അതാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദീനും ദുനിയാവും എങ്ങനെ ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ്. നമുക്ക് ചുറ്റുമുള്ള പലരും പറയുന്നത് പണം സമ്പാദിക്കണം, അതിനാണ് പ്രാധാന്യമെന്നാണ്. പക്ഷെ അത് മാത്രമല്ല, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മറന്ന് പണം സമ്പാദിക്കുമ്പോൾ അത് ഒരു താൽക്കാലികമായ സന്തോഷം മാത്രമേ നമുക്ക് തരൂ. അള്ളാഹു പറയുന്നു, ആരും ലോകജീവിതം മാത്രം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അവന് അതിൽ നിന്ന് കൊടുക്കും. പക്ഷേ അവൻ്റെ അന്ത്യജീവിതത്തിൽ അവനൊന്നും ലഭിക്കില്ല എന്ന്. നീ ലോകത്തെ മുഴുവനും നേടിയാലും ആത്മാവിൻ്റെ ശാന്തിയില്ലെങ്കിൽ നീ നഷ്ടപ്പെട്ടവനാണ്. ദീനില്ലാത്ത സമൃദ്ധി എന്നത് മരുഭൂമിയിൽ വെള്ളമില്ലാത്ത കിണർ പോലെയാണ്. തീർച്ചയായിട്ടും ദീൻ പാലിക്കുമ്പോൾ ലോകജീവിതവും കൂടുതൽ ബറക്കത്ത് നിറഞ്ഞതാകും. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ലോകം നിനക്ക് അനുകൂലമാകുന്നത് നിന്റെ അന്ത്യജീവിതം നന്നായാൽ മാത്രമാണ് എന്നാണ്. അതായത് നമസ്കാരം സമയത്ത് നിർവഹിക്കുന്നത്, ഹലാലായിട്ടുള്ള സമ്പാദനം, സത്യസന്ധത, ഇവയൊക്കെ ലോക വിജയത്തെയും ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ പാലിക്കുന്നത് ലോകം ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല, പകരം ലോകം അള്ളാഹുവിൻ്റെ വഴിയിൽ ജീവിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്. ഒരു ഡോക്ടറായാലും അധ്യാപകനായാലും ബിസിനസ്മാൻ ആയാലും നിന്റെ ഉദ്ദേശം ശരിയാക്കിയാൽ, അതായത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി എന്ന് നീ ഇൻറ്റൻഷൻ വെക്കുകയാണെങ്കിൽ അത് ഒരു ഇബാദത്തായിട്ട് മാറും. എങ്ങനെയാണ് ദീനും ദുനിയാവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക? ഒന്ന്, സമയക്രമം. ഓരോ ദിവസവും നമസ്കാര സമയമനുസരിച്ച് ദിവസം പ്ലാൻ ചെയ്യുക. രണ്ട്, നിഷ്കളങ്കമായ ഉദ്ദേശം. ഈ ഒരു ജോലി അത് അള്ളാഹുവിനായി എന്ന് നീ ഇൻറ്റൻഷൻ ചെയ്യുകയാണെങ്കിൽ അതവിടെ ഇബാദത്തായിട്ട് മാറും. മൂന്ന്, അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്തുക. ചെറിയ ദുആകളും സ്മരണകളും തുടർച്ചയാക്കുക. നാല്, ഹലാലായിട്ടുള്ള സമ്പാദനം. ഹലാൽ മാർഗം ലൈഫിൽ ബറക്കത്ത് കൊണ്ടുവരും. അഞ്ച്, ആത്മീയതയും ഉത്തരവാദിത്തവും കൂട്ടിച്ചേർക്കുക. വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ, അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ ദീനിൻ്റെ സ്മരണ കൊണ്ട് ജീവിക്കുക. ഫ്രണ്ട്സ്, ലൈഫ് എന്നത് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട യാത്രയാണ്. അതായത് ദീനും ദുനിയാവും തമ്മിലുള്ള ബാലൻസ്. ഒരു വശത്ത് നമസ്കാരം, ദുആകൾ, ഖുർആൻ ആണെങ്കിൽ മറുവശത്തുള്ളത് കുടുംബം, ജോലി, റെസ്പോൺസിബിലിറ്റീസ് ആണ്. നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു ഈ ലോകം നമുക്ക് പരീക്ഷണമായി തന്നതാണ്. പക്ഷേ അതോടൊപ്പം അവൻ അനന്തമായ അവസരങ്ങളും തന്നിട്ടുണ്ട്. ഓരോ ജോലിയെയും ഓരോ ശ്രമത്തെയും നീ അള്ളാഹുവിനായി എന്ന ഉദ്ദേശത്തോടെ ചെയ്താൽ അത് ആരാധനയായിട്ട് മാറും. നമസ്കാരം ചെയ്യുന്ന ഓരോ മിനിറ്റുകളും, അല്ലെങ്കിൽ ഒരു രോഗിയെ സേവിക്കുന്ന നിമിഷങ്ങൾ, കുടുംബത്തിനായി വിയർപ്പൊഴുക്കുന്ന നിമിഷങ്ങൾ എല്ലാം ദീനിൻ്റെ ഭാഗമാക്കാം, നിന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ. നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യുക, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. എൻ്റെ റബ്ബെ, ഈ ലോകത്തും നല്ലതും അന്ത്യജീവിതത്തിലും നല്ലതും തരയണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, പക്ഷേ ഹൃദയം എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നിറഞ്ഞിരിക്കുക. അതാണ് യഥാർത്ഥമായ ബാലൻസ്, ദീനും ദുനിയാവും തമ്മിലുള്ള ശാന്തമായ കൂട്ടായ്മ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.